3 വർഷങ്ങൾക്ക് മുമ്പ് സയോന്റെ ഹീച്ചിന്റെ വിവാഹമൊക്കെ നടന്ന ആ ഒരു ദിവസമൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നത്. സയോണും അവളെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്കൊക്കെ വന്നതിന് ശേഷം അവളും ഒരു മുറിയിലൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കും ഇന്നു മുതൽ അത് നിന്റെ റൂമാണ്, നിന്റെ റൂമിലേക്ക് ഞാൻ ഒരിക്കലും വരികയില്ല. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ളത് എന്റെ റൂമാണ്, എന്റെ റൂമിലേക്ക് നീ വരുവാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനും അവൾക്ക് മെസ്സേജ് അയക്കുന്നു. പിറ്റേ ദിവസം രാവിലെ അവൾ അവന് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ പോലും നീ എനിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കേണ്ട യാതൊരു വിധത്തിലുള്ള ആവശ്യവുമില്ല. അതുപോലെ തന്നെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എപ്പോൾ വരുമെന്ന് എനിക്ക് പോലും നിശ്ചയമില്ല. അങ്ങനെ ഇരിക്കെ നീ ഒരിക്കലും എനിക്ക് വേണ്ടി കാത്തിരിക്കുവാനായിട്ട് പാടില്ല എന്നായിരുന്നു അവനും അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്നത്തെ ദിവസം യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നില്ല നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നൊക്കെയാണ് അവനും ഇപ്പോൾ ഓർത്തു നോക്കുന്നത്. അതായത് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ പോലും തിരിച്ച് അവളുടെ അടുത്ത് വന്നതിന് ശേഷം നിനക്കെന്നെ വിവാഹം കഴിച്ചതിൽ ഇഷ്ടമുണ്ടായിരുന്നോ അതോ ഇഷ്ടമില്ലായിരുന്നോ? നിനക്ക് അത്രയ്ക്ക് ഇഷ്ടക്കുറവൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ഇനിയും പരസ്പരമൊക്കെ അറിഞ്ഞു ജീവിച്ചൂടെ? സയോണും അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഹീച്ചും സമ്മതം എന്ന രീതിക്ക് തലയാട്ടുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു രീതിക്കായിരുന്നു അവൻ ജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതമൊക്കെ അവന് കിട്ടുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും തന്നെ ചെയ്യാതിരുന്നതിൽ അവനും ഇപ്പോൾ കുറ്റബോധം തോന്നിക്കുകയാണ്. ഇനി കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനിച്ച സീൻസിന്റെ ബാക്കി കാണിക്കുകയാണ്. ഹീജോനെ അന്വേഷിച്ചുകൊണ്ട് മുത്തശ്ശന്റെ വീട്ടിലൊക്കെ അവൻ എത്തുന്നുണ്ടെങ്കിൽ പോലും അവിടെ വെച്ച് ഹീജോനെ കാണാനില്ല എന്ന വിവരമൊക്കെ ഇനവഴിയും അവൻ അറിയുന്നു. അപ്പോഴായിരുന്നു റിയൽ സൗണ്ട് അടുത്തുനിന്നും അവനും കോൾ വരുന്നത്. ഞാൻ നിന്റെ വൈഫിനെ കൊല്ലുവാനായിട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിയൽ സൗണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഹീജോ നീ വിഷമിക്കേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല, ഞാൻ നിന്നെ തേടി എത്തുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സയോണും പുറപ്പെടുവാനായിട്ട് തുടങ്ങുന്നു. നീ എന്നെ അന്വേഷിച്ച് വരേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. ഒരിക്കലെങ്കിലും ഞാൻ നിന്നെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്തോട്ടെ. ഞാനും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം നീ മറക്കുവാനായിട്ട് പാടില്ല. ഇതെല്ലാം തന്നെ തുടങ്ങി വെച്ചത് ഞാനാണ്. അതുകൊണ്ട് തന്നെ ഞാനും ഇതൊക്കെ അവസാനിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. ഇനി ഒരിക്കലും നിനക്ക് ഇത്രത്തോളം ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കേണ്ടതായിട്ട് വരികയില്ല എന്ന് പറഞ്ഞ് അവളും വേഗത്തിൽ കാറൊക്കെ ഓടിച്ചിട്ട് ഒരിടത്ത് ചെന്ന് ഇടിപ്പിക്കുന്നു. ഹീജുവിന്റെ ലൊക്കേഷനൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന അവനും ആ ലൊക്കേഷനിലൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും വെള്ളത്തിലൊക്കെ അവളുടെ ഫോൺ കിടക്കുന്നതായിട്ടായിരുന്നു അവനും കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കാണ് പോലീസിന്റെ അടുത്തുനിന്നും അവന് കോളും വരുന്നത്. സയോണും ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് എത്തുന്നു. പോലീസും ഓവർ സ്പീഡിൽ വന്നിട്ടുണ്ടായിരുന്ന കാർ ഇവിടെയൊക്കെ വന്ന് ഇടിച്ചിട്ട് വെള്ളത്തിലേക്ക് മറിഞ്ഞതാക്കുവാനാണ് സാധ്യത എന്നൊക്കെ ഉറപ്പിച്ചു പറയുകയാണ്. അവർക്ക് ഹീജുവിന്റെ ഒരു ചെരുപ്പ് ആക്സിഡന്റ് സ്ഥലത്ത് വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരും അത് സയോണെ ഏൽപ്പിക്കുന്നു. ഇനി ഹീജുവിന്റെ ഫാമിലിയും ഈ ഒരു സ്ഥലത്തേക്കൊക്കെ എത്തിക്കുകയാണ്. എല്ലാവർക്കും ഹീജുവിന് അപകടം പറ്റിയതിൽ ഒരുപാട് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇനയുടെ അച്ഛനും സൗണ്ട് അച്ഛനെ പിടിച്ചിട്ട് നീ കാരണമാണ് ഇതെല്ലാം തന്നെ സംഭവിച്ചത്. നിന്റെ അച്ഛൻ റിയൽ സൗണ്ട് മരിച്ചു എന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവനെ ശരിക്കും കൊല്ലുകയായിരുന്നെങ്കിൽ ഒരിക്കലും എന്റെ മകൾക്ക് ഈ ഒരു ഗതിയൊന്നും വരികയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സൗണ്ട് അച്ഛനെ കുറ്റപ്പെടുത്തുന്നു. പക്ഷെ ഇനയാണ് നിങ്ങളിങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ഹിജുവിനെ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ എല്ലാവരുടെയും അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഹിജുവിന്റെ അമ്മയും പോലീസിന്റെ അടുത്ത് അവൾ എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്കാമോ എന്നൊക്കെ കരഞ്ഞപേക്ഷിക്കുന്നുമുണ്ട്. സയോണിന്റെ അമ്മയും ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല എന്ന വിവരം സയോൺ മനസ്സിലാക്കുന്നുണ്ട്. സയോൺ അത് പോലീസിനെ അറിയിച്ച് കഴിയുമ്പോഴത്തേക്കും CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസും ചെക്ക് ചെയ്യുന്നു. എല്ലാവരും തന്നെ ഫ്രണ്ട് ഡോർ വഴി ആയിരുന്നു ഇറങ്ങി പോയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ അമ്മ അതുവഴി പോയതിന്റെ യാതൊരു വിധത്തിലുള്ള വിഷ്വൽസും പോലീസിന് ലഭിച്ചിട്ടില്ല. പോലീസ് അത് സയോണെ അറിയിക്കുമ്പോഴത്തേക്കും സയോണും വീട്ടിലൊക്കെ എത്തിയിട്ട് അമ്മയുടെ കാറും പരിശോധിക്കുന്നു. പക്ഷെ കാറിലെ ഡാഷ് ക്യാം ദൃശ്യങ്ങളെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്ത രീതിക്കൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് അവനും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അവനും ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പോലീസിനെയും അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കെ അമ്മയും സയോന്റെ മുമ്പിലേക്കൊക്കെ എത്തുകയാണ്. നിങ്ങളുടെ മകന് മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യം നിങ്ങൾക്ക് അറിയിക്കില്ല. അങ്ങനെ ഇരിക്കെ എല്ലാവരും ക്രൈം സീനിൽ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും നിങ്ങൾ അവിടെ എത്തിയില്ല. എന്താണ് ശരിക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നതെന്ന് സയോണും അമ്മയുടെ അടുത്തേക്ക് ചോദിക്കുന്നു. ഇവിടെ വെച്ചൊരു ട്വിസ്റ്റ് നടക്കുകയാണ്. നേരത്തെ ഒരു സീനില് റിയൽ സൗണ്ട് അമ്മ ഹസ്ബൻഡിന്റെ അടുത്ത് നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ പോലെ ഒന്നും തന്നെ അല്ല എന്നും അതുപോലെ തന്നെ നിങ്ങളുടെ അച്ഛനെ പോലെ തന്നെയുള്ള ഒരാൾ ഉണ്ട് എന്നും ഹസ്ബൻഡിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് നമ്മുടെ ഈ ഒരു സയോണെ കുറിച്ചായിരുന്നു. അതായത് സയോന്റെ മുത്തശ്ശനെന്ന് എല്ലാവരും വിചാരിച്ചിരുന്ന വ്യക്തി യഥാർത്ഥത്തിൽ സയോന്റെ അച്ഛനായിരുന്നു. അതായത് നമ്മുടെ റിയൽ സയോന്റെ അച്ഛനും ഈ ഒരു സയോണും യഥാർത്ഥത്തിൽ റിയൽ സയോന്റെ മുത്തശ്ശന്റെ മക്കളാണ്. അമ്മ പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ അച്ഛനായിട്ടുള്ള ചെയർമാനായിരുന്നു ഒരു ദിവസം എന്റെ മകനെ മീൻ പിടിക്കുവാനായിട്ടൊക്കെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ മീനൊക്കെ പിടിച്ചതിന് ശേഷം അയാൾ ഒറ്റയ്ക്കായിരുന്നു മടങ്ങി വന്നത്. അവനും വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയെന്ന രീതിക്കാണ് എന്റെ അടുത്ത് പറഞ്ഞതും. പക്ഷേ അവന്റെ ബോഡി എത്രയൊക്കെ അന്വേഷിച്ചിട്ടും കണ്ടു കിട്ടിയുമില്ല. അന്ന് എന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചുപോയോ എന്നറിയാതെ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു.
ആ ഒരു സ്ഥലത്ത് വെച്ച് ഏതെങ്കിലും ഒരു ബോഡി കിട്ടിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ ഓടി അവിടേക്ക് എത്തുകയും ചെയ്യുമായിരുന്നു. 20 വർഷത്തിനിടയ്ക്ക് ഞാൻ ഒരുപാട് വേദനകൾ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. ഇനി നിന്റെ അവസരമാണ്. ഇനി മുതൽ നീയാണ് അത് അനുഭവിക്കാനായിട്ട് പോകുന്നതെന്ന് അമ്മയും അവനോട് പറയുന്നു. 4 ദിവസങ്ങൾക്ക് ശേഷം യൂറിയും വാർത്ത വായിക്കുന്നു. വാർത്തയില് സയോൺ ഇപ്പോഴും വൈഫിന്റെ ബോഡിക്കായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന രീതിക്ക് മാത്രമായിരുന്നു വാർത്തയുണ്ടായിരുന്നതും. എങ്കിൽ പോലും യൂറി അതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് അടുത്ത വാർത്തയിലേക്ക് പോകുവാനായിട്ട് മടിച്ചു നിന്നിട്ട് അവളും ഹീജുവിനെ ആരെങ്കിലും കാണിക്കുകയാണെങ്കിൽ എത്രയും വേഗം അതൊക്കെ റിപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെടുന്നു. മീഡിയക്കാരെ ഹീജു മരിച്ചു എന്ന് വിശ്വസിക്കുകയാണ് ഇരിക്കുന്നതെങ്കിൽ പോലും യൂറിക്ക് അത് വിശ്വസിക്കുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ അവളും ഇങ്ങനെയൊക്കെ സ്വന്തമായിട്ട് വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹീജുവും സയോണും വൈഫ് ആൻഡ് ഹസ്ബൻഡ് ആണെന്നുള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നു എന്ന് നീ എന്തുകൊണ്ടാണ് ഒരിക്കൽ പോലും എന്നോട് ചോദിക്കാതിരുന്നിട്ടുണ്ടായിരുന്നെന്ന് സങ്വു യൂറിയുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും, ഒരിക്കൽ ഞാൻ സ്വന്തമായിട്ട് തന്നെ കുറച്ചു കാര്യങ്ങൾ കൂടി അറിയുമെന്നൊക്കെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് ഈ ഒരു കാര്യമായിരുന്നില്ലേ എന്ന് യൂറിയും ചോദിക്കുന്നു. ഇത്രയും നാളും നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്നെ പറ്റിക്കുമായിരുന്നല്ലേ, എന്തായാലും ഹീജു ഇങ്ങ് വരട്ടെ, അവൾ വന്ന് കഴിയുമ്പോഴത്തേക്കും ഇത്രയും നാള് എന്നെ പറ്റിച്ചതില് ഞാനും അവളെ കൊണ്ട് സോറി ഒക്കെ പറയിപ്പിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് യൂറിയും. പക്ഷേ ഹീജുവിന് സംസാരിക്കുവാനായിട്ട് കൂടി സാധിക്കുമായിരുന്നു എന്ന സത്യം സങ് വഴി യൂറി അറിയുമ്പോഴത്തേക്കും, എന്തായാലും നമ്മൾ എത്രയും വേഗം ഹീജുവിനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, എന്നിട്ട് അവളുടെ ശബ്ദമൊക്കെ എനിക്കും കേൾക്കണമെന്ന് യൂറിയും പറയുന്നു. ഇപ്പോഴും ഹീജു ഉള്ളത് വെള്ളത്തിലായിരിക്കുമെന്ന വിശ്വാസത്തില് പോലീസും മറ്റ് സംഘങ്ങളും എല്ലാവരും കൂടി ചേർന്നിട്ട് അന്വേഷണമൊക്കെ നടത്തുകയാണ്. അങ്ങനെയിരിക്കെ പ്രസിഡന്റിന്റെ ഓഫീസിലുള്ളവരും അതുപോലെ തന്നെ ഹീജുവിന്റെ കൂടെ പണ്ട് വർക്ക് ചെയ്തവരും എല്ലാവരും തന്നെ ഈ ഒരു അന്വേഷണത്തിൽ അവരുടെ ഒപ്പം കൂടുന്നുമുണ്ട്. ഡയറക്ടർ ഹാനും ഹീജുവിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുമ്പോഴത്തേക്കും കാങ്ങും അവളെ സമാധാനിപ്പിക്കുന്നു. അപ്പോഴായിരുന്നു യൂറിയും സാങ്ങുവും കൂടി ഇതേ സ്ഥലത്തേക്ക് എത്തുന്നത്. എല്ലാവരും ഹിജുവിനെ എത്രയും വേഗം കണ്ടെത്തണമെന്ന ഒരു രീതിക്കൊക്കെയാണ് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയിരിക്കെ അവരുടെ കൂട്ടത്തിൽ സയോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ സയോൺ എവിടെ പോയെന്ന് യൂറി ചോദിക്കുമ്പോഴത്തേക്കും അവനൊരു കോളൊക്കെ വന്നിട്ട് അത്യാവശ്യമായിട്ട് ഇവിടെ നിന്നും പോയതാണെന്ന് അവരും അറിയിക്കുന്നു. യഥാർത്ഥത്തിൽ പോലീസ് ആയിരുന്നു സയോണെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സ്ഥലത്ത് നിന്നും കിട്ടിയ എവിഡൻസ് എല്ലാം തന്നെ പോലീസും അവന്റെ മുമ്പിൽ വെച്ചു കൊടുക്കുന്നു. നിലവിൽ പോലീസും ഒരുപാട് അന്വേഷണമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഹീജുവിനെ കണ്ടെത്തുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. സോ അവൾ രക്ഷപ്പെടുവാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണെന്നൊക്കെ പോലീസ് പറയുന്നുണ്ടെങ്കിൽ പോലും സയോണും അവളെ ജീവനോട് കിട്ടിയില്ലെങ്കിൽ മാത്രമേ മരിച്ചു എന്ന് പറയുവാനായിട്ട് പാടുള്ളൂ. അതുവരെ നമ്മൾ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. അതുകൂടാതെ റിയൽ സയോന്റെ അമ്മയും ഹീജുവിന് അപകടം നടന്ന സമയത്ത് ഒരിടത്തും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവരെവിടെയാണ് പോയിട്ടുണ്ടായിരുന്നതെന്നുള്ളതിന്റെ യാതൊരു വിധത്തിലുള്ള തെളിവും നമുക്ക് ലഭിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അവരെയും സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യമൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് സയോൺ പറയുന്നുണ്ടെങ്കിലും പ്രസിഡന്റ് ആകുവാനായിട്ട് മത്സരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ വൈഫാണത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പല രീതിക്ക് അവരെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും സുപ്പീരിയേഴ്സ് അതിന് അനുവദിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. സോ അറസ്റ്റ് വാറന്റ് ഒക്കെ കിട്ടുക എന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പോലീസും അറിയിക്കുന്നു. ഒരു എക്സ്പ്ലനേഷന് വേണ്ടി എത്തിയിരിക്കുകയാണ് സയോന്റെ അച്ഛനും. സോ മാധ്യമങ്ങൾക്ക് മുമ്പിലായിട്ട് അച്ഛനും ഇങ്ങനെയാണ് പറയുന്നത്, എന്റെ അച്ഛനും മകനും കൂടി ചേർന്നിട്ട് ഒരു ദിവസം മീൻ പിടിക്കുവാനായിട്ട് പോയതായിരുന്നു. പക്ഷെ പിന്നീട് എന്റെ മകൻ ഒരിക്കലും തിരിച്ചെത്തിയില്ല. ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അവന്റെ ബോഡി ഞങ്ങൾക്ക് കണ്ടു കിട്ടാത്തത് കൊണ്ട് തന്നെ ഞങ്ങളും അവൻ മരിച്ചിട്ടില്ല, എവിടെയോ ജീവിച്ചിരിപ്പുണ്ടായിരിക്കുമെന്ന ഒരു വിശ്വാസത്തിലേക്കാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരിക്കൽ പോലും ഡെത്ത് സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഞങ്ങളുടെ മകൻ നഷ്ടപ്പെട്ട സ്ഥലത്ത് ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും അവിടെ സ്വന്തമായിട്ട് ഒരു പേര് പോലും ഇല്ലാതെ അച്ഛനും അമ്മയും ഇല്ലാതെ ഒരു കുട്ടി താമസിക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്കും എന്റെ മകന്റെ അതേ പ്രായമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു നിമിത്തമായിരിക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാനായിരുന്നു ആ ഒരു കുട്ടീനെയൊക്കെ എന്റെ മകനെ പോലെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. അതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്ന സയോൺ എന്നൊക്കെ അച്ഛനും പറയുന്നു. സയോണ അച്ഛനും അമ്മയും ഒന്നും തന്നെ ഇല്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അങ്ങനെയിരിക്കെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മകൻ സയോണിന്റെ അടുത്ത് പ്രതികാരമൊക്കെ ചെയ്യുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നതെന്ന് ജങ് ചോദിക്കുമ്പോഴത്തേക്കും, എന്റെ മകൻ സയോൺ ഉപദ്രവിക്കാനായിട്ട് ഒന്നും തന്നെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല, അതെല്ലാം തന്നെ വേറെ റൂമേഴ്സ് മാത്രമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ നിൽക്കുമ്പോഴത്തേക്കും, ഹീജോനെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് നിങ്ങളുടെ മകൻ സയോണുമായിട്ട് സംസാരിച്ചതിന്റെ ഡാഷ് ക്യാം ഫുട്ടേജസ് എല്ലാം തന്നെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതും കള്ളമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. എന്തിനേറെ പറയുന്നു, ഓർഫൺ മിസ്സിംഗ് കേസുമായിട്ട് പോലും നിങ്ങളുടെ മകന് ബന്ധമുണ്ടെന്ന് ഒരു കൂട്ടുപ്രതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കും അത് കേൾക്കണമെന്ന് ചോദിച്ചുകൊണ്ട് ജാങ്ങും ഒരു വോയിസ് ഒക്കെ പ്ലേ ചെയ്യുന്നു. ഇത് ജാങ് പാർക്കിന്റെ അടുത്ത് സംസാരിച്ചപ്പോഴത്തേക്കും അതിൽ നിന്നും പാർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ആദ്യമായിട്ട് ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നത് പ്രസിഡന്റിന്റെ ഓഫീസിൽ വെച്ചായിരുന്നു. സയോണെ കൊല്ലുവാനായിട്ടുള്ള ഒരു ദേഷ്യമൊക്കെ അവന്റെ ഉള്ളിലുണ്ടെന്ന് അവനെ ആദ്യമായിട്ട് ഞാൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പെർമിഷൻ ഒന്നും തന്നെ ഇല്ലാതെ സയോന്റെ ഓഫീസിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്ന അവനെ അന്ന് സെക്യൂരിറ്റീസ് എല്ലാവരും കൂടി ചേർന്നിട്ട് പുറത്താക്കുകയായിരുന്നു. പിന്നീട് 2-3 ദിവസം ഞാൻ അവനെ ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവനും ബംഗ്ലാവിന്റെ അടുത്തേക്കൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു.
മിസ്സിംഗ് കേസിലെ കുട്ടികളെ കാണാതായ ഒരു സ്പോട്ടായിരുന്നു അത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കൊക്കെ അവൻ പോകണമെങ്കിൽ അവൻ ഉറപ്പായിട്ടും ഒരു വിക്ടിമായിരിക്കുമെന്നൊക്കെ ഞാനും വിചാരിച്ചു. അന്നെടുത്ത ഒരു ഫോട്ടോ ഒക്കെ ഞാൻ അവന് അയച്ചു കൊടുത്തതിന് ശേഷം എന്തുകൊണ്ടാണ് സയോണിന്റെ അടുത്ത് നീ പ്രതികാരമൊക്കെ ചെയ്യുവാനായിട്ട് നടക്കുന്നതെന്ന് അവനോട് ഞാൻ ചോദിച്ചു. അന്ന് അവൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അവനൊരു ഫിഷിംഗ് സ്പോട്ടിലൊക്കെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ചെയർമാന്റെ പേരക്കുട്ടിയായിട്ടുള്ള സയോൺ കൊന്നിട്ടുണ്ടായിരുന്ന ആൾക്കാരുടെ ബോഡീസ് ഒക്കെ ഈ ഒരു സ്ഥലത്തേക്കായിരുന്നു ചെയർമാൻ കൊണ്ടുവന്നതും. ഒരു ദിവസം ഞാൻ ആ കൊച്ചുമകന്റെ മുഖമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന്റെ മുഖമൊക്കെ കണ്ട് അന്ന് എന്നെ ചെയർമാൻ കൊല്ലുവാനായിട്ട് നോക്കി. അന്ന് അയാൾ എന്നെ വെള്ളത്തിലൊക്കെ മുക്കിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സയോണിന്റെ ഫാമിലിയുടെ അടുത്ത് പ്രതികാരം ചെയ്യുവാനായിട്ട് സയോണെ ഇല്ലാതാക്കുക എന്നതാണ് എന്റെ മുമ്പിലുള്ള ഒരേ ഒരു മാർഗമെന്നായിരുന്നു അന്ന് അവൻ പറഞ്ഞതും. പക്ഷെ അതെല്ലാം തന്നെ ഒരു കള്ളമായിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായതെന്ന് പാർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നതെല്ലാം തന്നെ അവിടെ പ്ലേ ആകുന്നു. ജാങ് ആണല്ലോ ഇപ്പോൾ ഈ ഒരു സത്യങ്ങളെല്ലാം തന്നെ മീഡിയാസിന്റെ അടുത്ത് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ സയോണിന്റെ അച്ഛന്റെ ആൾക്കാർ ബലമായിട്ടൊക്കെ ജാങ്ങിന്റെ കയ്യിൽ നിന്നും ഫോണൊക്കെ തട്ടിപ്പറിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഈ ഒരു സമയത്താണ് പോലീസും അവിടേക്ക് എത്തുന്നത്. പോലീസ് നേരെ വന്നിട്ട് സയോണിന്റെ അമ്മേനെ ഒരു കൊലക്കേസ് പ്രതി എന്ന രീതിക്കൊക്കെ പറഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഇനി ഹീജന്റെ അമ്മേനെ കാണിക്കുമ്പോഴത്തേക്കും അമ്മ ആകെ വിഷമത്തിലാണ് ഉള്ളത്. ഹീജൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അമ്മ ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് നല്ലൊരു ലൈഫൊക്കെ കിട്ടണമെന്ന് മാത്രമായിരുന്നു അമ്മ ആഗ്രഹിച്ചത്. അമ്മയ്ക്ക് കിട്ടാത്ത നല്ലൊരു ലൈഫൊക്കെ ആയിരിക്കും അവൾക്ക് കിട്ടുക എന്ന് അമ്മയും കരുതി. അതിനുവേണ്ടി ആയിരുന്നു അമ്മയും അവളെ പണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് വിവാഹമൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നതും. അങ്ങനൊരു വിവാഹമൊക്കെ നടക്കുകയാണെങ്കിൽ അവൾക്ക് ആവശ്യത്തിനുള്ള പണവും ഒരുപാട് ഡ്രസ്സും ഒക്കെ കിട്ടുമെന്ന് അമ്മ കരുതി. പക്ഷേ ഒരിക്കൽ പോലും അമ്മയ്ക്ക് അവളുടെ അടുത്ത് നിന്നും പുഞ്ചിരിച്ചൊരു മുഖം കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് അമ്മ ആകെ കരയുകയാണ്. ഇനിയും ഇതെല്ലാം തന്നെ കേൾക്കുന്നു. ഇനിയും നേരെ അച്ഛന്റെ അടുത്ത് ചെന്നതിന് ശേഷം അച്ഛൻ എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാതൊക്കെ ഇരിക്കുന്നത്? 20 വർഷം മുമ്പ് സഹോണ്ട ഫാമിലിയും നമ്മുടെ ഫാമിലിയും തമ്മിലുണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ ഈ ഒരു ലോകം മൊത്തം അറിയണം. എങ്കിലേ എല്ലാം തന്നെ ശരിയാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇനി ഞാൻ എന്ത് ചെയ്തിട്ടും അതുകൊണ്ട് ആർക്കും ഒരു ഉപകാരവും ഉണ്ടാകുവാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമിച്ചിരിക്കുകയാണ് അച്ഛനും. അപ്പോഴേക്കും അമ്മ അവരുടെ അടുത്തേക്ക് ഓടി വന്നതിന് ശേഷം ഒരു ആർട്ടിക്കിളൊക്കെ കാണിച്ചു കൊടുക്കുന്നു. സയോന്റെ അമ്മേനെ കൊലപാതക കേസിലേക്ക് അറസ്റ്റ് ചെയ്തു എന്ന ആർട്ടിക്കിൾ ആയിരുന്നു അത്. എന്താ ഇവരെ പറയുന്നത്? അവരെ കൊലപാതകത്തിന് അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീജു അവരുടെ കൈകൊണ്ട് കൊല്ലപ്പെട്ടോ എന്നൊക്കെ അമ്മയും സംശയിച്ച് ആകെ വിഷമിച്ചൊക്കെ നിൽക്കുന്നു. ഇനി സയോന്റെ അമ്മനെ കാണിക്കുകയാണ്. അമ്മയും ഒട്ടും തന്നെ പേടിയൊന്നും ഇല്ലാതെയാണ് പോലീസ് സ്റ്റേഷനിലുള്ളത്. വളരെ കൂളായിട്ടാണ് കാര്യങ്ങൾ അമ്മ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുവരെയായിട്ടും ഹീജുന്റെ ബോഡി ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ടാണ് ഞാൻ കൊലപാതകം ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന് പോലീസിന്റെ അടുത്ത് അമ്മ ചോദിക്കുമ്പോഴത്തേക്കും ഹീജുന്റെ കൊലപാതകത്തിന്റെ പേരിലായിരുന്നില്ല നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പോലീസും അറിയിക്കുന്നു. മാത്രമല്ല പോലീസും ഒരു വീഡിയോ ഒക്കെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഒരാളെ തലയണ വെച്ചൊക്കെ ശ്വാസം മുട്ടിച്ച് കൊന്നിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിരുന്നു അത്. എന്താണ് ശരിക്കും സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരമ്പര്യമായിട്ട് കൈമാറി വന്നിരുന്ന ഒരു മോതിരമൊക്കെ ചെറുമാനും സയോണും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സയോണും അതിലൊരു ഹിഡൻ ക്യാമറ ഒക്കെ വെച്ചതിന് ശേഷം തിരിച്ച് ചെയർമാന്റെ കയ്യിൽ തന്നെ മോതിരം ഇട്ടും കൊടുത്തു. അതുകൊണ്ട് തന്നെ ചെയർമാൻ മരിച്ച ദിവസം നടന്ന എല്ലാ കാര്യങ്ങളും അതിൽ റെക്കോർഡുമായിട്ടുണ്ടായിരുന്നു. ചെയർമാൻ മരിച്ച ദിവസം സയോന്റെ അമ്മയും ചെയർമാനെ കാണുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. നിന്റെ അടുത്ത് ഞാൻ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ചെയർമാൻ പറയുമ്പോഴത്തേക്കും നിങ്ങൾ രണ്ട് കാര്യങ്ങളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന്, എന്റെ മകനെ കൂട്ടിക്കൊണ്ടുപോയി അവനെ കൊന്നു. രണ്ടാമതായിട്ട് എന്റെ മകന് പകരമായിട്ട് നിങ്ങളുടെ മകനെ എന്റെ കയ്യിൽ തന്നതിന് ശേഷം അവനെ നോക്കുവാനായിട്ട് ഏൽപ്പിച്ചു. പക്ഷെ ആ ഒരു മകൻ വളരുന്ന സമയത്തെല്ലാം തന്നെ നിങ്ങൾ അവന്റെ അടുത്ത് ഒരുപാട് അഭിമാനത്തോടു കൂടി തന്നെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. എന്റെ മകനെ നോക്കുന്നതിനേക്കാളും നന്നായിട്ടാണ് നിങ്ങൾ അവനെ നോക്കിയത്. അപ്പോൾ തന്നെ നിങ്ങളുടെ മകനായിരിക്കും അതേന്ന സംശയമൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അമ്മ പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ശരിക്കുമുള്ള മകൻ കാരണം നിങ്ങൾ എത്രത്തോളം വേദനയൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ അതെല്ലാം തന്നെ മാറ്റുവാനായിട്ടാണ് ഞാനും എന്റെ മകനെ നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ മറ്റൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ചെയർമാനും അമ്മയോട് പറയുന്നു. പക്ഷേ ഈ ഒരു നിമിഷത്തിൽ പോലും ചെയർമാൻ ഒട്ടും തന്നെ കുറ്റബോധമില്ലാതെയും അതുപോലെ തന്നെ അമ്മയുടെ അടുത്ത് ക്ഷമ ചോദിക്കാതെയും ഇരിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ചെയർമാനായിട്ട് ക്ഷമ ചോദിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ക്ഷമ ചോദിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും ചെയർമാനെ കൊന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഒക്കെ എനിക്ക് നേരത്തെ തന്നെ കിട്ടിയതായിരുന്നെങ്കിൽ പോലും ഏതെങ്കിലും ഒരു അവസരം എനിക്ക് വരുമെന്ന് അന്ന് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും നാളും ഈ ഒരു വീഡിയോ ഞാൻ റിവീൽ ചെയ്യാതിരുന്നിട്ടുണ്ടായിരുന്നതെന്ന് സയോണും അമ്മയോട് പറയുന്നു. ഈ ഒരു വീഡിയോ കൊണ്ട് അമ്മയുടെ ജീവിതം തകർക്കണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനും ഈ വീഡിയോ ഇതുവരെയായിട്ട് പുറത്തുവിടാതിരുന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവൻ പറയുകയും അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഹീജു എവിടെയാണെന്നൊക്കെ അമ്മയുടെ അടുത്ത് ചോദിക്കുകയും ചെയ്യുന്നു. പോലീസിന്റെ കയ്യിൽ അമ്മയുടെ ഫോണും മറ്റു സാധനങ്ങളും ഒക്കെ ഉണ്ട്. പോലീസും ഉറപ്പായിട്ടും സത്യങ്ങളെല്ലാം തന്നെ കണ്ടെത്തുന്നതായിരിക്കുമെന്ന് സയോണും അമ്മയോട് പറയുന്നു. എന്നിട്ട് പോലും അമ്മ ഒന്നും തന്നെ പറയുവാനായിട്ട് തയ്യാറായിരുന്നില്ല.
നിനക്ക് ശരിക്കും അവളുടെ ബോഡി അല്ലല്ലോ വേണ്ടത്, മറിച്ച് അവളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയുകയല്ലേ. അഥവാ ഞാൻ ഹീജോനെ തട്ടിക്കൊണ്ട് പോയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവളെ ഞാൻ എന്തിനാണ് ജീവനോടൊക്കെ വെക്കുന്നത്? എനിക്ക് അവളെ അങ്ങ് കൊന്നാൽ പോരെ. ഞാൻ ഹീജുനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവളെ ജീവനോടെ വെക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ അമ്മയും സയോന്റെ അടുത്ത് ചോദിക്കുന്നു. സോ അന്ന് നടന്ന കാര്യങ്ങൾ കൂടി കാണിക്കുകയാണ്. അവളും വണ്ടിയൊക്കെ ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ആ ഒരു വണ്ടി വെള്ളത്തിലേക്ക് വീണിട്ടുണ്ടായിരുന്നില്ല. അസിസ്റ്റന്റ് സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തിയതിനു ശേഷം വണ്ടിയിൽ ബോധം കെട്ട് കിടന്നിട്ടുണ്ടായിരുന്ന റിയൽ ആയിട്ടുള്ള സയോനെ അസിസ്റ്റന്റിന്റെ വണ്ടിയിലൊക്കെ ആക്കുന്നുണ്ട്. പിന്നീട് അമ്മനെ വിളിച്ചിട്ട് ഹീജുന്റെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നും കൂടി അസിസ്റ്റന്റ് ചോദിക്കുന്നു. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഹീജുനെ അമ്മ കൊല്ലുകയില്ല, മറിച്ച് ജീവനോടെ വെക്കുകയേ ചെയ്യുകയുള്ളൂ. സ്നേഹിക്കുന്ന ഒരു വ്യക്തി ജീവനോടെ ഉണ്ടോ അതോ മരിച്ചുപോയോ എന്നറിയാതെ ആ ഒരു വേദനയിലേക്ക് ആയിരുന്നല്ലോ അമ്മയും ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ ബോഡി കണ്ടുകിട്ടുന്ന സമയത്തും അത് തന്റെ മകനായിരിക്കുമെന്ന് സംശയിച്ചല്ലേ അമ്മ ഓരോ തവണയും ബോഡിയൊക്കെ കാണുവാനായിട്ട് പോയതും. സോ അതേ ഫീലൊക്കെ എനിക്ക് വരുവാനായിട്ട് അമ്മ മനഃപൂർവ്വമായിട്ട് തന്നെ ഹീജോനെ ജീവനോട് വെക്കുമെന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. അമ്മ ഇത്രയും കാലം വെറുത്തിട്ടുണ്ടായിരുന്ന ചെയർമാന്റെ മകനല്ലേ ഞാൻ. അങ്ങനെയിരിക്കെ ജീവിതകാലം മുഴുവൻ ഞാൻ വിഷമിച്ച് കാണുമെന്ന് അമ്മ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവുമെന്ന് സയോണും പറയുന്നു. അമ്മയുടെ ഫോണൊക്കെ ചെക്ക് ചെയ്തതിൽ നിന്നും ഒരു CCTV ദൃശ്യങ്ങളൊക്കെ പോലീസിന് ലഭിക്കുകയാണ്. അതില് ഹീജു എവിടെയാണ് ഉള്ളതെന്ന ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു. ഹീജുവിനെ അമ്മ കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം ഹീജു ഇതുവരെയായിട്ട് ഫുഡ് ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഫുഡ് കഴിക്കാതെ മരിക്കാമെന്ന ഒരു തീരുമാനത്തിലേക്കൊക്കെ നീ എത്തിയതെന്ന് അമ്മ ഹീജുവിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും നിന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ സയോൺ എനിക്ക് വേണ്ടി ഒരുപാട് അലഞ്ഞു തിരിഞ്ഞൊക്കെ നടക്കുന്നുണ്ടാവും. പിന്നീട് 1 വർഷമോ 2 വർഷമോ പോട്ടെ, ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ മരിച്ചു കാണുമെന്ന ഒരു വിശ്വാസത്തിലേക്ക് അവനും മുന്നോട്ട് പോകും. പിന്നീട് ഒരു 20 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും നിങ്ങളും ഞാൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന കാര്യം സയോണെ അറിയിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത്രയും കാലം എന്നെ കണ്ടെത്തുവാനായിട്ട് അവന് സാധിച്ചില്ലല്ലോ എന്ന് ഓർത്ത് അവനും കുറ്റബോധം തോന്നും. അവനും ആകെ തകർന്നു പോകും. ഹീജു അമ്മയുടെ അടുത്ത് ഇങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേസമയം ഇപ്പോൾ സയോണും ഇതേ കാര്യങ്ങൾ തന്നെയാണ് അമ്മയോട് പറയുന്നത്. അമ്മയുടെ പ്ലാൻ എന്താണെന്നുള്ള കാര്യം അവർക്ക് രണ്ടുപേർക്ക് നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഇതുപോലത്തെ ഒരു വേദനയൊക്കെയല്ലേ എനിക്ക് ഒടുവിലായിട്ട് നിങ്ങൾ സമ്മാനിക്കുവാനായിട്ട് പോകുന്നതെന്ന് സയോൺ അമ്മയോട് ചോദിച്ച് നിൽക്കുമ്പോഴത്തേക്കുമാണ് ഹീജു എവിടെയാണെന്നുള്ള കാര്യം ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് പോലീസും സയോണെ കാണുന്നത്. അസിസ്റ്റന്റ് നിലവിലുള്ളത് മുത്തശ്ശന്റെ വീട്ടിലേക്കാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് പോലെ വേണം നീ മുന്നോട്ട് പോകുവാനെന്ന് അസിസ്റ്റന്റിന്റെ അടുത്ത് അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അമ്മേനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് കൊണ്ട് തന്നെ അസിസ്റ്റന്റും ഒരു സീക്രട്ട് റൂമിലേക്കൊക്കെ കടക്കുന്നു. അമ്മ അസിസ്റ്റന്റിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മകനെ രക്ഷിക്കുവാനും ഹീജുനെ കൊല്ലുവാനായിട്ടുമായിരുന്നു. പക്ഷേ അസിസ്റ്റന്റിനും ഹീജുനെ കൊല്ലുവാനായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അവളുടെ അടുത്ത് ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ട് പൊയ്ക്കൊള്ളുവാനായിട്ടാണ് അയാൾ പറയുന്നത്. ഹീജും അങ്ങനെ ഓടിപ്പോകുമ്പോഴത്തേക്കും ഒരു കാര്യം ഓർക്കുകയാണ്. അവൾക്ക് സയോണിന് വേണ്ടി മരിക്കുന്നതിൽ ഒട്ടും തന്നെ വിഷമമില്ല. അതേസമയം ഇനി ഒരിക്കലും അവനെ കാണുകയില്ലല്ലോ എന്ന വിഷമം മാത്രമാണുള്ളത്. അവനെ ഒരുപാട് അവൾ മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സാഹചര്യത്തിൽ മരിക്കുവാനായിട്ട് അവളും ആഗ്രഹിക്കുന്നില്ല. എത്രയും വേഗം സയോണെ കാണണമെന്നത് മാത്രമാണ് അവളുടെ ആഗ്രഹവും. ഹീജുവിനെ പൂട്ടിയിട്ടതുപോലത്തെ മറ്റൊരു മുറിയിലായിരുന്നു റിയൽ സയോണെ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നത്. വെളിയിൽ ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന റിയൽ സയോണും അവനെ തുറന്നു വിടുവാനായിട്ട് ആവശ്യപ്പെടുന്നു. പക്ഷെ അസിസ്റ്റന്റും ഒരു ലോക്കൊക്കെ വെച്ചിട്ട് അവനെ പൂട്ടുകയായിരുന്നു ചെയ്തത്. പക്ഷേ തൊട്ടടുത്തായിട്ട് തന്നെ നിന്നിട്ടുണ്ടായിരുന്ന അച്ഛനും തോക്കൊക്കെ ചൂണ്ടിയിട്ട് അസിസ്റ്റന്റിനോട് അവനെ തുറന്നു വിടുവാനായിട്ട് ആവശ്യപ്പെടുന്നു. അമ്മനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് അമ്മയും അസിസ്റ്റന്റും കണ്ണുകൾ കൊണ്ട് എന്തോന്ന് സംസാരിക്കുന്നത് അച്ഛനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റിനെ ഫോളോ ചെയ്താണ് അച്ഛനും ഇവിടെ എത്തിയത്. റിയൽസ് ആണ് ഇപ്പോഴും ജീവനോടെയൊക്കെ വെച്ചിട്ടുള്ളത് തന്റെ കുറ്റമാണെന്നുള്ള രീതിക്കാണ് അച്ഛൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛനാകട്ടെ അവനെ തുറന്നു വിടുവാനായിട്ടും എന്താണ് ചെയ്യുവാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ തന്നെ അത് ചെയ്തോളാം എന്ന് പറയുന്നു. ടീച്ചും ഒരുപാട് ദൂരമൊക്കെ ഓടി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്നാണ് ഒരു വെടിയൊച്ചയ്ക്ക് അവളും കേൾക്കുന്നത്. പിന്നീട് ആ ശബ്ദം കേട്ട് കഴിയുന്ന അവളും സ്ലിപ്പായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് നിന്നും താഴേക്കൊക്കെ വീഴുന്നു. അച്ഛന്റെ കയ്യിൽ തോക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും സയോണും ആ ഒരു തോക്കൊക്കെ പിടിച്ചു മാറ്റിയിട്ട് ഷൂട്ട് ചെയ്യുകയാണ്. അങ്ങനെ രണ്ടാമത്തെ വെടിയൊച്ചയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഹീജുവും ഉണരുന്നു. പക്ഷെ അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും അവൾ നിൽക്കുന്നതിന്റെ മുകളിലായിട്ടൊക്കെ റിയൽ സയോണും തോക്കൊക്കെ ആയിട്ട് നിൽക്കുന്ന കാഴ്ചയായിരുന്നു അവൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് അവൾ ഓർക്കുമ്പോഴത്തേക്കുമാണ് ഒരു വണ്ടിയൊക്കെ വരുന്നത് അവളും ശ്രദ്ധിക്കുന്നത്. അവളും വണ്ടിയുടെ അടുത്തേക്കൊക്കെ ഓടിച്ചെല്ലുന്നു. അങ്ങനെ അവൾ ഓടിപ്പോകുന്നത് റിയൽ സയോണും കാണുന്നുണ്ട്. ഇനി ഹീജു ഓടി ചെന്നിട്ടുണ്ടായിരുന്നത് സയോണിന്റെ വണ്ടിയുടെ മുമ്പിലേക്കൊക്കെ ആയിരുന്നു. അവനും അവളെ എടുത്ത് വണ്ടിയിലൊക്കെ കയറ്റിയതിനു ശേഷം എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയിരിക്കുന്നു, ഇനി നമുക്ക് വീട്ടിലൊക്കെ പോകാമെന്ന് അവളുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും
നോക്കുമ്പോഴത്തേക്കും പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയിട്ടൊന്നുമില്ല. റിയൽ സൗണ്ട് ഇവിടെ അടുത്ത് തന്നെയുണ്ട്. അവന്റെ കയ്യിൽ ഒരു തോക്കുമുണ്ട്. നമ്മളും ഒട്ടും തന്നെ സേഫ് അല്ല എന്ന് ഹീജോവും പറയുന്നു. അത് കേട്ടിട്ടുണ്ടായിരുന്ന പോലീസും അവരോട് എത്രയും വേഗം ആ സ്ഥലത്ത് നിന്നും പോകുവാനായിട്ടൊക്കെ ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല കൂടെയുള്ള പോലീസുകാരുടെ അടുത്ത് റിയൽ സൗണ്ടിനെ കണ്ടെത്തുവാനായിട്ടും പറയുന്നു. ഇതെല്ലാം തന്നെ ഒളിച്ചു നിന്നിട്ടുണ്ടായിരുന്ന റിയൽ സൗണ്ടും കാണുന്നുണ്ട്. എത്രയും വേഗം ഹീജോനെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാണ് സൗണ്ട് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പോലും സൗണ്ട് വണ്ടിയുടെ മുമ്പിൽ തോക്കൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു റിയൽ സൗണ്ടും സൗണ്ടിന്റെ അടുത്ത് വണ്ടിയിൽ നിന്നും ഇറങ്ങി വരുവാനായിട്ടൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ ഇറങ്ങുവാനായിട്ട് പോവുകയാണ്. ഒരു കാരണവശാലും നീ വണ്ടിയിൽ നിന്നും ഇറങ്ങുവാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞ് സയോണും ഇറങ്ങുന്നു. നീ വിജയിച്ചു എന്നാണോ നീ കരുതുന്നത്? യഥാർത്ഥത്തിൽ നീ വിജയിച്ചിട്ടൊന്നും ഇല്ല എന്നൊക്കെ റിയൽ സൗണ്ട് പറയുമ്പോഴത്തേക്കും നമ്മൾ തമ്മിലാണ് പ്രശ്നമുള്ളത്. അതിന്റെ അകത്തേക്ക് ഹീജുനെ വലിച്ചഴിക്കേണ്ട കാര്യം ഒന്നും തന്നെയില്ല. പിന്നെ നിന്റേതായിട്ടുള്ള ഒന്നും തന്നെ എനിക്ക് സ്വന്തമാക്കേണ്ടതുമില്ല. നമ്മൾ തമ്മിലുള്ള പ്രശ്നമെല്ലാം തന്നെ ഇതും കൂടെ അവസാനിപ്പിക്കാമെന്ന് സവൺ പറയുന്നുണ്ടെങ്കിൽ പോലും ഹീജും നീയും ഒന്നിച്ച് ജീവിക്കണമെന്നൊക്കെയല്ലേ നിന്റെ ആഗ്രഹം. പക്ഷെ നീ ഒരുപാട് അനുഭവിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. നീ ഒന്നുമില്ലെങ്കിലും ചെറുമാന്റെ മകനല്ലേ. ചെറുമാൻ ഒരുപാട് ദുഷ്ടത്തരങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനെല്ലാത്തിനും നീ അനുഭവിക്കേണ്ടതായിട്ടുമുണ്ട്. ഇത്രയും പറഞ്ഞതിന് ശേഷം റിയൽ സൗണ്ടും സൗണ്ട് ചെവിയിൽ എന്തോ ഒന്ന് വന്ന് പറയുന്നുണ്ട്. അത് കേട്ട് കഴിയുമ്പോഴത്തേക്കും സൗണ്ട് ആകെ തകർന്നു പോകുന്നു. എന്നിട്ട് സയോണും ഹീജുനും ഒരു നോട്ടമൊക്കെ നോക്കുന്നുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ പോലീസുകാരെല്ലാവരും തന്നെ തിരിച്ചെത്തിയിട്ടുമുണ്ടായിരുന്നു. അങ്ങനെ റിയൽ സൗണ്ട് ചുറ്റും പോലീസുകാരെല്ലാവരും തന്നെ കൂടുന്നുണ്ടെങ്കിൽ പോലും റിയൽ സൗണ്ട് കയ്യിലുള്ള തോക്കൊക്കെ സയോണ്ട് നേരെ ചൂണ്ടുകയും പിന്നീട് ഷൂട്ട് ചെയ്യുന്ന ഒരു ശബ്ദമൊക്കെ കേൾക്കുകയും ചെയ്യുന്നു. ആ ഒരു സീനൊക്കെ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അടുത്ത സീൻ കാണിക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ഒരു സീനിന്റെ ബാക്കിയാണ്. നിനക്കും ഈ ഒരു വിവാഹത്തിന് വലിയ എതിർപ്പൊന്നും ഇല്ല എങ്കിൽ നമുക്ക് വീണ്ടും ആദ്യം തൊട്ട് പരസ്പരം അറിഞ്ഞേക്ക് മുന്നോട്ട് പോയിക്കൂടെ എന്ന് സൺ ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഹീജോൻ തുറന്നു പറയുന്നു. എപ്പോഴാണോ നീ എന്നെ ആദ്യമായിട്ട് എടുത്തോണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു നിമിഷം മുതൽ എനിക്ക് നിന്റെ അടുത്ത് ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 3 വർഷത്തിൽ അവരൊന്ന് മാറി ചിന്തിക്കുകയായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന രീതിക്കൊക്കെയാണ് ഇത് കാണിക്കുന്നത്. അങ്ങനെ അവരും ഒന്ന് മാറി ചിന്തിക്കുകയായിരുന്നെങ്കിൽ രണ്ടുപേരുടെയും ഉള്ളിൽ രഹസ്യങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു ജീവിതവും അവർക്ക് ലഭിക്കുമായിരുന്നു. അടുത്തതായിട്ട് ഒരു ക്രിസ്മസ് നൈറ്റ് ഒക്കെ കാണിക്കുന്നു. ഹീജോ ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിക്കുമ്പോഴത്തേക്കും സയോണും അവളെ കിസ് ചെയ്യുന്നു. അങ്ങനെ അവർ കിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് ഓവനിൽ വെച്ചിട്ടുണ്ടായിരുന്ന സ്റ്റേക്ക് എല്ലാം തന്നെ കരിഞ്ഞു പോയതിന്റെ മണമൊക്കെ അവർക്ക് കിട്ടുന്നത്. എങ്കിൽ പോലും അവരും വളരെയധികം ഹാപ്പി ആയിട്ടായിരുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു സീനൊക്കെ അവിടം കൊണ്ട് കട്ടായതിനു ശേഷം ഹീജോ ഒറ്റയ്ക്ക് വിഷമിച്ചിരിക്കുന്നതാണ് കാണുന്നത്. സയോൺ ഉണ്ടായിരുന്നെങ്കിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന രീതിക്കാണ് ഇതെല്ലാം തന്നെ കാണിക്കുന്നത്. ഇപ്പോൾ അവൻ ഇല്ലാതിരുന്നപ്പോഴത്തേക്കുമാണ് എനിക്കും ഇതൊക്കെ ഓർത്തിട്ട് കുറ്റബോധം തോന്നുന്നതെന്ന് അവളും ഓർക്കുന്നു. അവളും സയോൺ ഒരുപാട് തവണയൊക്കെ കോൾ ചെയ്തതിന്റെ കോൾ ലിസ്റ്റും കാണിക്കുന്നുണ്ട്. പക്ഷെ എത്ര തവണ വിളിച്ചിട്ടും അങ്ങനെ ഒരു നമ്പർ ഇല്ല എന്ന രീതിക്ക് മാത്രമായിരുന്നു അവൾക്ക് മറുപടിയും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ദിവസം റിയൽ സൗണ്ട് ചെവിയിൽ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അത് കേട്ടിട്ട് അവൻ ഒരുപാട് വിഷമമായിട്ടുണ്ടായിരുന്നു. അത്രത്തോളം വിഷമിപ്പിക്കുന്ന എന്ത് കാര്യമാണ് അവൻ അറിഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഹീച്ചു ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു നമ്പറിൽ നിന്നും അവൾക്കും കോൾ വരുന്നു. അവളും ഓടിച്ചെന്ന് ആ ഒരു ഇന്റർനാഷണൽ കോളൊക്കെ എടുത്തതിന് ശേഷം അപ്പുറത്തെ സൈഡിൽ നിന്നും ആരും തന്നെ മിണ്ടുന്നില്ലെങ്കിൽ പോലും ഇത് നീയാണോ എന്നൊക്കെ അവളും ചോദിക്കുകയാണ്. ആ ഒരു സീനോട് കൂടിയാണ് ഇതിന്റെ സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.